നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ താഴെപ്പാലം പുതിയ പാലത്തെ കുഴികൾ അടച്ചു തുടങ്ങി. ട്രാഫിക് അവബോധ അസംബ്ലി സംഘടിപ്പിച്ചു. SNECയുടെ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖത്തിമ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. BJP നിലപാടിനെതിരെ CPA തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. ആലത്തിയൂർ പ്രീമിയർ ഹെൽത്ത് പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തകൾ. നിർമ്മാണത്തിലെ അപാകത മൂലം തിരൂർ താഴെപ്പാലം പുതിയ പാലത്തിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചു തുടങ്ങി. 2 വർഷം മുമ്പാണ് പാലം തുറന്നുകൊടുത്തത്. തിരൂർ നഗരത്തിലെ റോഡിലും തിരൂർ താഴെപ്പാലം പുതിയ പാലത്തിലുമായി രൂപപ്പെട്ട കുഴികൾ നിരവധി അപകടങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തിരൂർ താഴെപ്പാലം പുതിയ പാലത്തിലെ കുഴികൾ അടച്ചു തുടങ്ങിയത്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടിരുന്നത്. സിറ്റി ജംഗ്ഷൻ, കോടതി റോഡ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ റോഡുകളിലും ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെട്ട ന്യൂസ് തിരൂർ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമായി BP അങ്ങാടി GM UP സ്കൂളിൽ ട്രാഫിക് അവബോധ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ഗതാഗത വകുപ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ചാലിൽ ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ചും സുരക്ഷിത യാത്രയ്ക്കായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ക്ലാസ് എടുത്തു. ഹെഡ്മാസ്റ്റർ P. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് നമിത ബാബു, സ്റ്റാഫ് സെക്രട്ടറി സരിത, ഫിറോസ് V, മുഹമ്മദ് ഷുഹൈബ്, മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഖാലിദ് C സ്വാഗതവും രാകേഷ് KP നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തലക്കാട്. അറിവ് ആഴത്തിൽ കൈവരിക്കുമ്പോഴും ആദരവും ശീലവുമാണ് വിദ്യാർത്ഥികളുടെ മികവെന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തിരൂർ കൈനിക്കരയിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിൽ വെച്ച് നടന്ന SNECയുടെ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖത്തിമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ കൈനിക്കരയിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിൽ വെച്ച് നടന്ന SNECയുടെ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖദിമ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുലൈലി അധ്യക്ഷനായി. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പഠനാരംഭത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര അക്കാദമിക ഘടന അവതരിപ്പിച്ചു. PM അബ്ദുൽ സലാം ബാഗഫി വടക്കേക്കാട് സ്വാഗതവും AKMM ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് ജനറൽ സെക്രട്ടറി ജലീൽ കൈനിക്കര നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. തിരുനാവായ മസ്ജിദ് അമാൻ കമ്മിറ്റിക്ക് കീഴിലുള്ള തിരുനാവായ ഈദ്ഗാഹ് കമ്മിറ്റി കോൾ ഓഫ് സ്പോർട്സ് സിറ്റി ടർഫിൽ ഈദ്ഗാഹ് നടത്തി. മൂസ മുരിങ്ങയ്ക്കൽ നേതൃത്വം നൽകി. വ്യത്യസ്ത പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഇസ്ലാമിക സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനെ മറികടക്കാൻ ഇബ്രാഹിം നബി ത്യാഗപരീക്ഷണങ്ങളെ ദൈവവിശ്വാസം കൊണ്ട് നേരിട്ടതുപോലെ വിശ്വാസികൾക്കും കഴിയേണ്ടതുണ്ടെന്ന് ഈദ്ഗാഹിന് നേതൃത്വം നൽകി മൂസ മുരിങ്ങയ്ക്കൽ പറഞ്ഞു. CP ബാവ, KP അബ്ദുൽ കരീം, CP മൊയ്തീൻ, CP അബുഹാജി, CP ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരുനാവായ.
ഭാരതാംബയെ പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന BJP നിലപാടിനെതിരെ CPI തിരൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ദേശീയ പതാക ഉയർത്തി ചെടിനട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി ബി. നന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന RSSന്റെ തിട്ടൂരം കേരളത്തിലും നടത്തുമെന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം രാജുവൻ നമ്മൾ കാണുകയായി. പരിസ്ഥിതി ദിനത്തിൽ ഇതുവരെ നാം ആഘോഷിക്കുന്നത് നല്ല രീതിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാജുവൻ വെച്ച സംഭവം തികച്ചും വളരെയധികം മോശമായെന്ന് മാത്രമല്ല ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് കേരളത്തെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RSSന്റെ തിട്ടൂരം കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ ആ പദവിക്ക് നിരക്കാത്ത ആ പദവിയുടെ അന്തസ്സിനെ ഭംഗം വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ്. ആ ഗവർണറെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണമെന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയോട് CPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജീഷ് കാടായിൽ, KP ഹരീഷ് കുമാർ, രവി പള്ളീരി, KP ബാലകൃഷ്ണൻ, ബാബു, മണികണ്ഠൻ, വിനോജ് കാര്യാടൻ എന്നിവർ പങ്കെടുത്തു. CPI തലക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ BP അങ്ങാടിയിൽ ദേശീയ പതാക ഉയർത്തി ചെടി നട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി TJ രാജേഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AP രാജു, മണ്ഡലം കമ്മിറ്റി മെമ്പർ PT ഷെഫീഖ്, റഫസൽ, ഹേമന്ത്, ജവാദ്, ബാബു എന്നിവർ പങ്കെടുത്തു. ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദവനാട് ലോക്കൽ കമ്മിറ്റി കുറുമ്പത്തൂരിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ടു. വെട്ടന്യൂസ് തിരൂർ. 42 വർഷത്തെ പ്രവർത്തന മികവുമായി പ്രീമിയർ ഹെൽത്ത്സ് ആലത്തിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനപ്രതിനിധികളും മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് അംഗങ്ങളും അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലത്തിയൂരിൽ പ്രവർത്തനം ആരംഭിച്ച പ്രീമിയർ ഹെൽത്ത്സ് തുപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് V. ശാലിനി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കർ, TP സുരേന്ദ്രൻ, മാനേജ്മെന്റ് പ്രതിനിധികളായ കൊളശ്ശേരി ബേബി, നന്ദു യദു തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.